ദിവസം യൂണിറ്റുകളും മെഷർമെന്റുകളും അല്ലെങ്കിൽ അളവുകളും യൂണിറ്റുകളും എന്ന് പറഞ്ഞ പാഠത്തിൽ കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പുതിയ പാഠഭാഗത്തിലേക്ക് പോവാണ്. അപ്പൊ അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ടീച്ചർ ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പേജ് നമ്പർ 106 ലാസ്റ്റത്തെ ടേബിൾ ഒരു ബോക്സിലുള്ള കണ്ടന്റ് നിങ്ങളോട് വായിച്ചിട്ട് അതിന് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തു എല്ലാവരും അത്? ഓക്കെ, നമുക്കപ്പോൾ അത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നിശ്ചിത കനത്തിൽ കുറഞ്ഞ പ്ലാസ്റ്റിക് കാരി ബാഗുകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇത്തരം ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ആൻസർ എന്താണ്? മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോൺ. കിട്ടിയിട്ടുണ്ടോ ആൻസർ? പേജ് നമ്പർ 107 ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയംകാർ ശ്രദ്ധിക്കുക. The use of plastic carry bags having thickness below the stipulated level has been prohibited. In which unit is the thickness of the such bags expressed? അപ്പൊ അതിന് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളവര് ആ ബോക്സിൽ നോക്കി കിട്ടുന്നതാണ്. കിട്ടിയിട്ടുള്ളവര് ഇത് എഴുതുക അല്ലെങ്കിൽ എഴുതുക. എന്താണ്? മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോൺ. ഓക്കെ, എഴുതണോ ബോർഡില്? മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോൺ, മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോൺ, ഇത് എഴുതി വയ്ക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഭൂമിയിൽ നിന്നും സൗരയൂഥത്തിലെ ഒരു ഗ്രഹത്തിലേക്കുള്ള ദൂരം 4 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം. എന്താണ് അർത്ഥമാക്കുന്നത്? 4 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന് എന്താണ് അത് മീൻ ചെയ്യുന്നത്? നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടോ? The distance from the Earth to the planet in the solar system is 4 astronomical unit. What do you mean by this? കിട്ടിയോ ഉത്തരം? അവിടെ എഴുതി വയ്ക്കാം. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ 4 മടങ്ങ്, അതായത് ഏകദേശം 60 കോടി കിലോമീറ്റർ. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ 4 മടങ്ങ്, അതായത് ഏകദേശം 60 കോടി കിലോമീറ്റർ. ഓക്കെ, അപ്പോ ഇംഗ്ലീഷ് മീഡിയംകാര് അതിനനുസരിച്ച് എഴുതാം. The 4 times distance between the sun and earth, that is 60 crore kilometer എന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, അടുത്ത ചോദ്യം എന്തായിരുന്നു? ഒരു പ്രകാശവർഷം എത്ര കിലോമീറ്റർ? അടുത്ത ചോദ്യം ഒരു പ്രകാശവർഷം എത്ര കിലോമീറ്റർ ആണെന്ന് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ഹൗ മെനി കിലോമീറ്റർ ഈസ് 1 ലൈറ്റ് ഇയർ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. അതായത് ഒരു പ്രകാശവർഷം എത്ര കിലോമീറ്റർ ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പ്രകാശം ഒരു സെക്കൻഡില് 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്ന് ഇതാ ഇതില് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ 3 ലക്ഷം എന്ന് പറഞ്ഞാൽ 3 ലക്ഷം, ഒരു സെക്കൻഡില് 3 ലക്ഷം. അപ്പൊ ഇൻറ്റു 60. ഇനി ഇന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു വർഷത്തിലല്ല ചോദിച്ചിരിക്കുന്നത്. ഒരു പ്രകാശവർഷം എത്ര കിലോമീറ്റർ ആണെന്നാണ് കണ്ടത്. ഒരു പ്രകാശവർഷമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് 60 സെക്കൻഡ്, 60 മിനിറ്റ്, ഇനി 24 hours ആണ് 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 1 ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻറ്റു 1 ഇയർ
365. ഇത്ര കിലോമീറ്റർ ആണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് തിരുവാതിര നക്ഷത്രത്തിലേക്കുള്ള ദൂരം ഏത് യൂണിറ്റിൽ പ്രസ്താവിക്കുന്നതാണ് സൗകര്യം? ഓക്കെ, അപ്പോ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ പ്രകാശ വർഷം or light year. Okay, എന്താണ് ക്വസ്റ്റ്യൻ? Which is the convenient unit to express the distance from Earth to star തിരുവാതിര? ഭൂമിയിൽ നിന്ന് ഒരു നക്ഷത്രത്തിലേക്കുള്ള ദൂരമാണ് നമ്മൾ പറഞ്ഞത്. നമുക്കറിയാം നക്ഷത്രത്തിലേക്കുള്ള ദൂരം ആസ്ട്രോണമിക്കൽ യൂണിറ്റിലാണ് പറയുന്നത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റിന്റെ ഇതാണ് ഉത്തരം, അല്ലെങ്കിൽ പ്രകാശവർഷം ഓർ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ലൈറ്റ് ഇയർ എന്ന് അവിടെ എഴുതിയേക്കാം. ഇതാണ് ടീച്ചർ കണ്ടെത്താൻ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. ഇനി നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മള് നീളത്തിന്റെ യൂണിറ്റ് എന്താണെന്നാണ് പറഞ്ഞത്? അടിസ്ഥാന യൂണിറ്റ് എന്താണെന്നാണ് പറഞ്ഞത്? ബേസിക് യൂണിറ്റ് മീറ്റർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ ഇനി അതുപോലെ അടുത്ത ഒരു ക്വാണ്ടിറ്റി നമ്മൾ നോക്കുകയാണ്, അതായത് മാസ്. നിങ്ങള് ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 108 രണ്ട് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. ചിത്രം 8.12A 8.12B എന്നുള്ള രണ്ട് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിലെന്താ കാണിക്കുന്നേ? ഒന്നാമത്തെ ചിത്രത്തിൽ എന്താ കാണിക്കുന്നേ? ആദ്യം കടക്കാരൻ ത്രാസില് തൂക്കക്കട്ടി വെച്ചിട്ടുണ്ട് അല്ലെ? ആദ്യം തൂക്കക്കട്ടി വെക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? മറ്റേ ത്രാസില് എന്തിനെ പഞ്ചസാര തൂക്കുന്നതാന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കവർ വെച്ചിട്ട് പഞ്ചസാര ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. എത്ര നേരം അവർ ഇട്ടുകൊണ്ടിരിക്കും? നിങ്ങൾ ഇത്തരത്തിലുള്ള ത്രാസ് ഇപ്പൊ കണ്ടിട്ടുണ്ടോ കടകളിലൊക്കെ? പണ്ട് കാലത്തൊക്കെ, ടീച്ചർക്ക് കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനത്തെ ത്രാസുകളായിരുന്നു കടകളിലായിരുന്നത്. ഇപ്പോ എങ്ങനെയാണ്? ഡിജിറ്റൽ ആയിട്ടുള്ള വെയിങ് മെഷീൻസ് വന്നു തുടങ്ങി അല്ലെ? എന്നാൽ ഇങ്ങനത്തെ ത്രാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ ചെയ്യാം? ആദ്യം ഒരു ത്രാസില് നമുക്കിപ്പോ നമ്മൾ എത്ര എനിക്ക് 2 കിലോ പഞ്ചസാര വേണമെന്ന് നമ്മൾ പോയിട്ട് പറയും. അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ കയ്യിൽ കുറെ തൂക്കക്കട്ടികൾ ഉണ്ടാവും. ചിത്രം 8.1.3 നോക്കിയാൽ അറിയാം 2 കിലോയുടെ ഒരു കട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള പലതരത്തിലുള്ള 250ന്റെ 500ന്റെ 1ന്റെ 2ന്റെ ഒക്കെ കട്ടികൾ അവരുടെ കയ്യിലുണ്ടാവും. ഇത് നമ്മൾ എത്ര അളവിലാണോ നമുക്ക് പഞ്ചസാര വേണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് 250 വേണ്ടുന്നുണ്ടെങ്കിൽ അതായത് 1/4 കിലോ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ 250ന്റെ കട്ട എടുത്തിട്ട് ഒരു ത്രാസിൽ വെക്കും. എന്നിട്ട് മറ്റേതിൽ എന്ത് ചെയ്യും? അപ്പൊ ഇത് താഴ്ന്നു നിൽക്കും, ഒന്നും വെക്കാത്ത ഇത് പൊങ്ങി നിൽക്കും അല്ലെ? ഭാരമില്ല ഇതില്. എന്നിട്ട് നമുക്ക് വേണ്ട സാധനം അവര് കവർ വെച്ചിട്ട് എടുക്കും, ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഈ രണ്ട് ത്രാസുകളും തുല്യമാവുന്നത് അപ്പോഴാണ് നമ്മള് ചോദിച്ച അത്രയും സാധനം നമുക്ക് കിട്ടുന്നത് അല്ലെ? ഇവിടെ പഞ്ചസാര ആളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ചിത്രം 8.12 ആയപ്പോഴോ ത്രാസുകൾ രണ്ടും ഒരേ നിരപ്പിലായി അല്ലെ? അതിനർത്ഥം എന്താണ്? അവിടെ നമ്മള് കടയിൽ പോയ ആള് ചോദിച്ച അത്രയും എമൗണ്ട് പഞ്ചസാര അവിടെ ആയി. അതിനനുസരിച്ചുള്ള തൂക്കക്കട്ടിയാണ് ആൾ ആദ്യം വെച്ചത്. അത് കഴിഞ്ഞ് മറ്റേതിലെ പഞ്ചസാര ഇട്ടിട്ട് പഞ്ചസാര ഈ തൂക്കക്കട്ടിയുടെ ഭാരത്തിനോട് തുല്യമായപ്പോ അത് എന്തായി? രണ്ട് ത്രാസുകളും ഒരേ നിരപ്പിലായി. അപ്പോ എന്തിനാണത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ തൂക്കക്കട്ടിയുടെ അളവിന് അല്ലെങ്കിൽ തൂക്കക്കട്ടിയുടെ ദ്രവ്യത്തിന്റെ അളവിന് തുല്യമായ അളവിൽ പഞ്ചസാര എടുക്കുന്നതിനാണ് ഇപ്രകാരം ചെയ്തിരിക്കുന്നത് അല്ലെ? This is done to get the same amount of sugar as that of the matter in the weighing block. വെയിങ് ബ്ലോക്കിലുള്ള മാറ്ററിന്റെ സെയിം എമൗണ്ടിൽ ഷുഗർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. ഒരു മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്.
ഒരു വസ്തുവിൽ എത്രത്തോളം ദ്രവ്യം അടങ്ങിയിരിക്കുന്നു അതിന്റെ അളവാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. അതായത് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് മാസ് എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആ തൂക്കക്കട്ടി നിരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഫിഗർ 8.13. അതായത് എത്ര വെയിറ്റ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്ര വെയിറ്റ് ആയി കാണിച്ചിരിക്കുന്നത്? 2 കിലോഗ്രാം. അപ്പൊ അതവിടെ എഴുതി വെക്കി, 2 കിലോഗ്രാം. ഇവിടെ നമ്മൾ പറഞ്ഞു 2 കിലോഗ്രാം എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അതായത് മാസിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം ആണ്. മനസ്സിലായോ? മാസിന്റെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം ആണ്. അതിന്റെ സിമ്പൽ ആണ് ഇവിടെ ടീച്ചർ, പ്രതീകമാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. കിലോഗ്രാം എന്ന് നിങ്ങൾ എഴുതുക, അതിന്റെ പ്രതീകമാണ് kg എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി കിലോഗ്രാമിനോട് കൂടെ തന്നെ നമ്മൾ വേറെ പലതരത്തിലുള്ള മാസ് അളക്കാനായിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വേറെ പലതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മില്ലിഗ്രാം എന്ന് പറഞ്ഞത് എന്താണ്? ഒരു അളവാണ്. പിന്നെ ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ക്വിന്റൽ ഉണ്ട്, പിന്നെ ടൺ ഉണ്ട്. ഇതൊക്കെ നമ്മള് എന്തിന്റെ ഈ മാസിന്റെ മാസിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇതാണ് ബേസിക് യൂണിറ്റ്സുകളാണ്. ഇനി അപ്പൊ അതില് നമുക്കിവിടെ ടേബിൾ 8.2 നോക്കിയാൽ അറിയാം 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് 10⁻⁻6 കിലോഗ്രാം ആണ്. അതായത് 1/, എത്രയാ പറഞ്ഞിരിക്കുന്നത്? 1/10 ലക്ഷം കിലോഗ്രാം. അതായത് 10 ലക്ഷത്തിൽ ഒന്നാണ് എന്ത്? 1 മില്ലിഗ്രാം എന്ന് പറയുന്നത്. 10 ലക്ഷം കിലോഗ്രാമില് ഒന്നാണ് 1 മില്ലിഗ്രാം എന്ന് പറയുന്നത്. 1 ഗ്രാം എന്ന് പറഞ്ഞാലോ 1000 കിലോഗ്രാമിൽ ഒന്നാണ് 1 ഗ്രാം എന്ന് പറഞ്ഞത്. ഇത് 1/1000 കിലോഗ്രാം. 1 ക്വിന്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കിലോഗ്രാമുകൾ കൂടി ചേരുമ്പോഴാണ് 1 ക്വിന്റൽ ആവുന്നത്. 1 ടൺ ആവുന്നത് എപ്പോഴാണ്? 1000 കിലോഗ്രാമുകൾ കൂടി ചേരുമ്പോഴാണ് 1 ടൺ ആവുന്നത്. ഓക്കെ. പട്ടിക 8.2 അത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് പകർത്തി വയ്ക്കണം. അപ്പൊ മാസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് സമയം അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. ഓക്കെ. അപ്പോ സ്കൂൾ മുറ്റത്തുള്ള കൊടിമരത്തിന്റെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെയുള്ള നിഴലുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോ ചിത്രം 814A, ചിത്രം 814B, ചിത്രം 814C നിങ്ങൾ നിരീക്ഷിക്കുക. രാവിലത്തെയാണ് ആദ്യത്തെ ചിത്രം, ഉച്ച സമയത്ത് കാണിച്ചിട്ടുണ്ട്, പിന്നെ വൈകുന്നേരത്തെ കാണിച്ചിട്ടുണ്ട്. അത് നിരീക്ഷിച്ചിട്ട് അതിനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആദ്യത്തെ ചോദ്യം എന്താണ്? ഇവയിൽ നീളം ഏറ്റവും കുറഞ്ഞ നിഴൽ രൂപപ്പെടുന്നത് എപ്പോഴാണ്? ഓഫ് ദീസ് അറ്റ് വാട്ട് ടൈം ഈസ് ഷാഡോ ഓഫ് ദ ലീസ്റ്റ് ലെങ്ത് കാസ്റ്റ്? എപ്പോഴാണ് ഏറ്റവും നീളം കുറഞ്ഞത് വരുന്നത്? ചിത്രം നോക്കിയിട്ട് എന്താ തോന്നി നിങ്ങൾക്ക്? ഉച്ച സമയം. അത് എഴുതി വെക്ക്, ന്യൂൺ എന്ന് എഴുതി വെക്കുക കേട്ടാ. ഇനി എന്തായിരിക്കും അതിന് കാരണം? വാട്ട് മേ ബി ദ റീസൺ? എന്താണ്? സൂര്യൻ നേരെ മുകളിൽ വരുമ്പോൾ വസ്തുവും നിഴലും ഒരേ സ്ഥാനത്ത് വരുന്നു. സൂര്യൻ നേരെ മുകളിൽ വരുമ്പോൾ വസ്തുവും നിഴലും ഒരേ സ്ഥാനത്ത് വരുന്നു. അതിന് ഉത്തരം കിട്ടിയില്ല. നമുക്ക് എന്തായിരിക്കും കാരണം? സൂര്യൻ നേരെ മുകളിൽ വരുമ്പോൾ വസ്തുവും നിഴലും ഒരേ സ്ഥാനത്ത് വരുന്നു. ഇനി നിങ്ങൾ എഴുതാം വാട്ട് മേ ബി ദ റീസൺ അല്ലേ, ഇംഗ്ലീഷ് മീഡിയംകാരെ എഴുതാം. when the sun is above the object when the sun
is above the object and shadow will be in the same position. When the sun is above the object and shadow will be in the same position. Okay. അപ്പൊ നിഴലുകളുടെ വ്യത്യാസം നിരീക്ഷിച്ച് സമയം നിർണ്ണയിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം കേട്ടോ. ഹാവ് യു എവർ ട്രൈ ടു ascertain the time by observing the difference in the length of shadows? പക്ഷെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും പണ്ട് നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, നമ്മുടെ പൂർവികന്മാര് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ് നമ്മുടെ പൂർവികർ വസ്തുക്കളുടെ നിഴൽ നോക്കി ഏകദേശ സമയം നിർണ്ണയിച്ചിരുന്നു. അന്ന് ക്ലോക്ക് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവര് ഈ നിഴലൊക്കെ നോക്കിയിട്ടാണ് ഇത്ര സമയം ആയിട്ടുണ്ടാവും എന്നൊക്കെ നിർണ്ണയിച്ചിരുന്നത്. അപ്പൊ അതിന് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് നിഴൽ ഘടികാരം എന്ന് പറയും, സൺഡയൽ. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തി വെച്ച ടെക്സ്റ്റില് ആ മൂന്നാമത്തെ ചോദ്യത്തിന് താഴെയുള്ള പാരഗ്രാഫ് എഴുതാം. പാരഗ്രാഫില് നമ്മുടെ പൂർവികർ വസ്തുക്കളുടെ നിഴൽ നോക്കി ഏകദേശ സമയം നടത്തിയിരുന്നു, അവർ നിഴൽ ഘടികാരങ്ങളും ഉപയോഗിച്ചിരുന്നു. അത് അടയാളപ്പെടുത്താം കേട്ടോ. ഇംഗ്ലീഷ് മീഡിയംകാരെ എഴുതാം. അവർ ancestors used to determine the approximate time by observing the shadow of object. They used the sundial as well. ഓക്കെ, അപ്പൊ അത് മാർക്ക് ചെയ്ത് വെക്കുക. സൺഡയലിന്റെ നിഴൽ ഘടികാരത്തിന്റെ ചിത്രം 8.15 കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം എന്താ? നിങ്ങൾ ഉണ്ടാക്കിയ നിഴൽ ഘടികാരം രാത്രിയിൽ ഉപയോഗിക്കാൻ പര്യാപ്തമാണോ? Is the sundial you have made suitable for use at night? പറ്റുമോ? ഇല്ല. എന്താ കാരണം? രാത്രി സൺലൈറ്റ് ഇല്ല, നിഴലുണ്ടാവില്ല അല്ലെ? ഇരുട്ടത്ത് ഇറങ്ങി നിന്നാൽ നമുക്ക് നിഴല് കാണോ? ഇല്ലല്ലോ. നമ്മള് ബൾബിന്റെയും നമ്മുടെ വീട്ടിലുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ്സിന്റെ കീഴിൽ നിന്നാൽ നമുക്ക് നിഴല് കാണാം. പക്ഷെ നമ്മൾ പുറത്തേക്കൊക്കെ ഇരുട്ടത്ത് ഇറങ്ങി നിന്നാൽ നമുക്ക് നിഴല് കിട്ടില്ലല്ലോ. അപ്പൊ ഇല്ല, നോ എന്ന് എഴുതി വെക്കാം, നിങ്ങൾ അല്ലാന്ന് എഴുതി വെക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞു ഈ ക്ലോക്ക് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഈ നിഴൽ ഘടികാരങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അവർക്ക് രാത്രി സമയം നോക്കാൻ പറ്റിയിരുന്നില്ലേ? അവരെന്താ ചെയ്തിരുന്നത്? അതാണ് അടുത്ത ചോദ്യം. രാത്രി കാലങ്ങളിൽ സമയം നിർണ്ണയിക്കാൻ പൂർവികർ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കാം? What might have been the measures taken by our ancestors to ascertain time at night? എന്തൊക്കെ ഉപയോഗിച്ചിരിക്കാം? സൂര്യനില്ല, തെറ്റുപോയതാ. ചന്ദ്രൻ, നക്ഷത്രങ്ങൾ അല്ലെ? ഇതിനൊക്കെ നോക്കിയിട്ടാണ് സമയം നിർണ്ണയിച്ചിരുന്നത്. അത് എഴുതി വയ്ക്കാം. നക്ഷത്രങ്ങൾ, ചന്ദ്രൻ എഴുതാം. സ്റ്റാർസ്, മൂൺ എക്സിട്ര. അടുത്ത ചോദ്യം എന്താണ്? ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇപ്പൊ ഒരു നട്ടുച്ചയാണെന്ന് വിചാരിക്കുക. ഇപ്പം ഈ നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഒരു ദിവസമല്ലേ? ഒരു സോളാർ ദിനം. അപ്പോ ഒരു സോളാർ ദിനം അല്ലെങ്കിൽ 24 മണിക്കൂർ. അത് ഉത്തരം എവിടെ ഉപയോഗിച്ചേ? ഒരു സോളാർ ദിനം അല്ലെങ്കിൽ 24 മണിക്കൂർ. നിങ്ങൾ എഴുതാ സോളാർ ഡേ ഓർ 24 അവർ എന്ന് എഴുതി വയ്ക്കാം. അവിടെ അടുത്ത് ബോക്സ് കൊടുത്തിട്ടുണ്ട് എന്താണ് സോളാർ ഡേ എന്നുള്ളത്. എ ഡേ ഓർ എ സോളാർ ഡേ ഈസ് എ ടൈം പീരീഡ് ഫ്രം 1 noon to next noon. മലയാളത്തില് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ സോളാർ ദിനം. ആ ബോക്സ് നിങ്ങൾ അടയാളപ്പെടുത്തി വയ്ക്കുക. ഇനി ഒരു ദിവസത്തേക്കാൾ കുറഞ്ഞ സമയം അളക്കേണ്ടതിനായിട്ട് ഒരു ദിവസത്തെ 24 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിച്ചു. നമ്മൾ പറഞ്ഞു ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ. 1 day എന്ന് പറഞ്ഞാൽ 24 hours ആണ്. നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു ദിവസത്തേക്കാൾ കുറഞ്ഞ സമയം അളക്കേണ്ടതിനായിട്ട് ഒരു ദിവസത്തെ 24 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ് അല്ലെ? അപ്പൊ ഒരു ദിവസത്തിന് നമുക്ക് എത്ര തുല്യ ഭാഗങ്ങളായിട്ട് തിരിക്കാം? 24 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് നമുക്ക് ഒരു ദിവസത്തിന് തിരിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിലും കുറഞ്ഞ സമയമാണ് നമുക്ക് അളക്കേണ്ടതെന്ന് വിചാരിക്കാം. എപ്പോഴും നമുക്ക് 24 മണിക്കൂർ ആയിരിക്കില്ലല്ലോ, അതിന് കുറഞ്ഞ സമയങ്ങൾ നമുക്ക് അളക്കേണ്ടതായിട്ട് വരില്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ സമയദൈർഘ്യവും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു 24 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ സമയദൈർഘ്യവും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ 24 മണിക്കൂറാണ്.
24 hours ആണ്. ഇതിനെ നമ്മൾ എത്രയായിട്ടുണ്ട് 24 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് തുല്യഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ഭാഗം എന്ന് പറയുന്നത് 24 മണിക്കൂറിന് 24 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ ഓരോ ഭാഗവും എത്ര മണിക്കൂറായിരിക്കും? 1 മണിക്കൂർ. അപ്പൊ 24 മണിക്കൂറിനെ 24 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് 1 മണിക്കൂർ. ഇനി 1 മണിക്കൂറിന് എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 മിനിറ്റ് ആണ്. ഇനി 60 മിനിറ്റിനെ തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 60 സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? 24 മണിക്കൂറിന് 24 ഈക്വൽ പാർട്സ് ആക്കുമ്പോ ഓരോ ഭാഗം എന്ന് പറയുന്നത് 1 മണിക്കൂർ. ഈ 1 മണിക്കൂറിനെ നമ്മള് ഈക്വൽ തുല്യ ഭാഗങ്ങളാക്കുമ്പോ ഓരോ ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? 60 മിനിറ്റുകൾ കൂടി ചേർന്നിട്ട് 1 അവർ, 1 മണിക്കൂർ. ഇനി ഈ 60 മിനിറ്റിനെ നമ്മൾ തുല്യ ഭാഗങ്ങളാക്കിയാൽ 1 മിനിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 60 സെക്കൻഡ് ആയിരിക്കും. അപ്പൊ മനസ്സിലായല്ലോ അത്? ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ഒരു ദിവസം എന്നത് എത്ര സെക്കൻഡ് ആണെന്നാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇങ്ങനെ ഇതറിയങ്ങെ ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണെന്ന്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ. അതില് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 60 മിനിറ്റിൽ 1 മിനിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 സെക്കൻഡ്. അപ്പൊ ഇത് ചെയ്യുമ്പോ നമുക്ക് 86,400 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, 86,400 സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടുന്നു. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം അവിടെ എഴുതാട്ടോ. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണെന്ന് ചോദിക്കണേന് അവിടെ ഈ ഉത്തരം എഴുതാം. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ ടീച്ചർ കുറെ നേരം സെക്കൻഡ് എന്ന് പറയണല്ലേ. അതിന് താഴേക്ക് പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതായത് സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. നീളത്തിന്റെ മീറ്റർ ആയിരുന്നു, മാസിന്റെ കിലോഗ്രാം ആയിരുന്നു. ഇപ്പൊ നമ്മള് സമയത്തിന്റെ ടൈമിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പൊ സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഈ സെക്കൻഡിനെ നമ്മൾ അതിന്റെ സിമ്പൽ എപ്പോഴും സെക്കൻഡ് നമ്മൾ ഫുൾ ആയിട്ട് എഴുതില്ല. കിലോഗ്രാമിന് kg എന്ന് എഴുതിയില്ലേ, മീറ്ററിന് m എന്ന് പറഞ്ഞ് എഴുതിയില്ലേ, അതുപോലെ സെക്കൻഡിന്റെ പ്രതീകം അല്ലെങ്കിൽ സിമ്പൽ എന്ന് പറയുന്നത് s ആണ്. ഇത്രയാണ് ടൈമിനെ കുറിച്ച് പഠിക്കാനുള്ളത്. പിന്നെ നമ്മള് കിലോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്, മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം എന്ന് നമ്മൾ കണ്ടു. kg ആണ് അതിന്റെ പ്രതീകം. പിന്നെ സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് ആണ്, s ആണ് അതിന്റെ സിമ്പൽ അല്ലെങ്കിൽ പ്രതീകം എന്ന് പറഞ്ഞു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.